السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, നിമിഷപ്രിയ കേസ് ഇന്ന് ഒരാളെയും പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലാത്തത്ര പ്രസിദ്ധമാണ്. ആ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന സ്ത്രീയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചതും നീട്ടിവെപ്പിച്ചതും തന്റെ ഇടപെടൽ മുഖേനയാണെന്ന അവകാശവാദവുമായി കാന്തപുരം സമസ്തയുടെ നേതാവ് രംഗത്ത് വന്നത് നമ്മളെല്ലാവരും ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഒരുപാട് ആളുകളെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമപ്രവർത്തകന്മാരെയും എല്ലാവരെയും ഒരുപോലെ വഞ്ചിക്കുവാൻ ഈ വിഷയത്തിൽ അയാൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൃത്രിമങ്ങളും നാടകങ്ങളും സമൂഹത്തെ ഒന്നാകെ വഞ്ചിക്കുവാൻ നടത്തിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളുമെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഇടപെടലാണ് ഈ മേഖലയിൽ ആ ഒരു വിധി ഉണ്ടാകുവാൻ കാരണമെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നും ഇതിൽ പല വിധത്തിലുള്ള കള്ളക്കളികളും നടന്നിട്ടുണ്ടെന്നും പറയുമ്പോഴെല്ലാം അതൊക്കെ അയാളോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടും സലഫികളായ ആളുകളുടെ ഈ രൂപത്തിലുള്ള അസൂയ കൊണ്ടുമൊക്കെയാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ സലഫികളായ ആളുകളുടേതല്ല, കാന്തപുരത്തിന്റെ തന്നെ ആദ്യകാല പ്രഭാഷകനായിരുന്ന നൌഷാദ് അഹ്സനി എന്ന പേരിലുള്ള വ്യക്തി ഈ വിഷയത്തിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളുടെ ഓരോ വസ്തുതകളും തെളിവ് സഹിതം ക്ലിപ്പുകളിലൂടെ, രേഖകളിലൂടെ തുറന്നു കാണിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതിലൊന്നും നമ്മുടെ വകയായി പറയാതെ നിങ്ങൾക്കത് ശ്രവിക്കാവുന്നതാണ്. അവർക്ക് തന്നെയും കാര്യം വളരെ ബോധ്യമാകുന്ന വിധത്തിൽ ഓരോന്നോരോന്ന് അക്കമിട്ട് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ അണികളും ചേർന്ന് നടത്തിയിട്ടുള്ള കുൽസിതമായ ശ്രമങ്ങളെ തുറന്നു കാണിക്കുന്ന ഈ ഒരു രംഗം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം അതൊന്നും കേൾക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ചുക്കുമ്പടല്ല. നിങ്ങൾക്ക് അവകാശവാദങ്ങൾ മാത്രം. നിങ്ങളെ ജനം വീക്ഷിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ ലാസ്റ്റ് ആ യമനത്തെ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പൊ നിങ്ങൾ എവിടെ നിങ്ങൾ എത്തിപ്പെട്ടത്? എന്ത് ആഘോഷങ്ങൾ നടത്തിയത്? ഞങ്ങൾ എന്തിനാ അതിൽ ഇടപെട്ടത്? ദീനിന്റെ വിഷയത്തിൽ തന്നെ നിങ്ങൾ ഈ കാട്ടുന്ന അവകാശവാദം ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തിയത് കൊണ്ടല്ലേ നമുക്കത് പറയേണ്ടി വന്നത് തന്നെ. പറഞ്ഞ ആളുകളൊക്കെ സംഘികളായി എന്നാണ് ബലാ തീരുമാനിക്കലേ. നമ്മൾ പറഞ്ഞ എന്താ? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ഇവിടുത്തെ ഗവൺമെന്റിനെയും അംഗീകരിക്കണം. അവർക്ക് വഴിപ്പെട്ടോളണം. അത് ഏത് ഗവൺമെന്റ് ആയാലും അങ്ങനെയല്ലേ നിയമം? ഏത് പാർട്ടി ജയിക്കുന്നു എന്നതല്ല, ഏത് പാർട്ടി ജയിച്ചാലും ഇവിടുത്തെ ഗവൺമെന്റായി അവർ വന്നാൽ അതെല്ലാവരുടെയും സർക്കാരാണ്, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അവർ പറയുന്ന നിയമങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നല്ലേ നമ്മൾ പറഞ്ഞു. ആർക്കത് മനസ്സിലാവാത്തത്? ഇതൊക്കെ പേടിപ്പിക്കുന്ന എന്തിനാരെന്നാ മനുഷ്യന്മാർ മിണ്ടൂരല്ലോ, ഇവർക്കെന്തും പറയാലോ. പക്ഷെ അതൊന്നും നടക്കൂല. ഞങ്ങളത് കൃത്യമായിട്ട് പറയണ്ടേ. ഇപ്പൊ ഈ വിഷയം വന്നപ്പോ നജീബ് മൗലവി മൂപ്പരിപ്പോ കുരുവട്ടൂരി ആയിക്കൊണ്ടിരിക്കുകയെന്നാണ്. നജീബ് മൗലവി അദ്ദേഹം നിങ്ങളെന്നെ പറയല് ഞങ്ങളെ കൂട്ടത്തിൽ ഫിഖ് അറിയുന്ന വലിയ ആളാണെന്നാണ്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ എല്ലാന്നൊക്കെ പോലും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ നജീബ് മൗലവി ഇതിലൊരു സത്യം പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാനോ ആസ്വദിക്കാനുള്ളതാണോ? എന്താ ഇത് സംഭവം? ആസ്വദിക്കാറുമേന ആൾക്കാർക്ക് പ്രശ്നമായി. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം മൈക്കിന്റെ മുമ്പിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. നജീബ് മൗലവി പറഞ്ഞു ഇതൊന്നും ഒരു അന്തല്ലാത്ത പണിയാണ്. ഇതിപ്പോ നീ അഥവാ ഇപ്പൊ അതിൽ ഇടപെടുകയാണെങ്കിൽ തന്നെ ഇത് വലിയൊരുന്നാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പോലും ഇത്ര വലിയ ആഘോഷം ഉണ്ടാവില്ല. ഇന്ത്യയുടെ സുൽത്താൻ, ഇനി വേറെ ആരും ഇല്ല, അതൊക്കെ അല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നേ. അപ്പൊ ഇത് ബുദ്ധിയുള്ള എല്ലാവരും പറഞ്ഞതാണ്. നജീബ് മൗലവിയുടെ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാമെന്ന് ഞാൻ അതിനൊന്ന് വിലയിരുത്താം. നോക്കി
ാനും ആളെ കുറിച്ച് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമല്ലോ. അതിനൊന്നും കൊല ചെയ്യില്ല. അപ്പോൾ കൊല ചെയ്യുന്നത് മറ്റെന്തോ തരത്തിൽ തന്നെയാണെന്നാണ് സാഹചര്യ തെളിവുകളൊക്കെ ഈ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രൂര കൊലക്കുറ്റം ചെയ്ത ഒരു പെണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തായാലും. പക്ഷേ ഇവിടെ ആഘോഷിക്കുകയാണ് കാണുന്നത്. ഒന്നായിട്ട് നമ്മൾ മൂല്യന്മാരും പൂജകളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, സാധാരണ രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്ന മാതിരിയുള്ള ഈ മതപണ്ഡിതന്മാരുടെ അടുക്കൽ ഈ PR വർക്കും മറ്റൊക്കെ ആയിട്ടുള്ള ഇടപാടാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഇടപാടൊക്കെ ഒന്നായിട്ടൊരു ആഘോഷമായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പ്രയാസം തോന്നുന്ന തരത്തിലാണ് സംഭവിക്കുന്നത്. കണ്ടങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പ്രയാസം തോന്നുന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കാണിച്ചത് എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു, അതിൽ വല്ല കഥയുണ്ടോ? ഇപ്പം നമുക്ക് മറുപടി പറഞ്ഞ ആൾക്കാരൊക്കെ വന്നില്ല, അത് ഞങ്ങളെ ഉസ്താദ് തന്നെയാണ് മാറ്റിവെച്ചത്. ഓരോരുത്തരിങ്ങനെ വരികയാണ്, ഒന്നിൻ്റെ പിന്നിൽ ഒന്നായി. ഞങ്ങൾ പറഞ്ഞതിന് ഇപ്പം ആരെങ്കിലും മറുപടി പറഞ്ഞോ? നമ്മളതിൻ്റെ കാര്യകാരണങ്ങൾ വെച്ചാ പറഞ്ഞത്. നേരത്തെ ഈ വിധി മാറ്റിവെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളതിൽ അവകാശം ഉന്നയിച്ചു വന്നതാണ്, നിങ്ങൾ വരവിൻ്റെ മുമ്പ് തന്നെ സംഗതി തീരുമാനമായിട്ടുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അല്ലാതെ മൂപ്പര് ഇടപെട്ടിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇടയിൽ പെട്ടുപോയി എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഇടയിൽ പെട്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞു. തീരെ ഇടപെട്ടിട്ടില്ല നമുക്ക് വാദല്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആരും ഇടപെടണ്ടെന്നുമല്ല. നമ്മൾ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഉണ്ട്, വിദേശ മന്ത്രാലയമുണ്ട്, അതുപോലെ തന്നെ വിദേശ മന്ത്രിയുണ്ട്. ഇവരൊക്കെ ഇടപെടേണ്ട രീതിയിൽ ഇടപെടട്ടെ. അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. ഇത് കേന്ദ്ര ഗവൺമെന്റിനേക്കാൾ വലുത്, മരത്തിനേക്കാൾ വലിയ കൊമ്പ. ഇതൊക്കെയല്ലേ ഞങ്ങൾ വിമർശിച്ചത്. പിന്നെ നിങ്ങൾ ആളുകളെ പറ്റിച്ചത്, അന്തര സമൂഹത്തെ എന്ന് പറ്റിച്ചത്. ഇപ്പൊ നിങ്ങൾ എല്ലാ ജനങ്ങളെയും, എല്ലാ മാധ്യമ പ്രവർത്തകരെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും നിങ്ങൾ പറ്റിച്ചിങ്ങനെ ഇരുന്നിട്ട് നമ്മളാള് വലിയ ആളാണ്. ഒരാൾ പറയുന്നുണ്ട് എനിക്ക് ഉണ്ടായതുകൊണ്ട് വലിയൊരു കഷ്ടക്കാലം തന്നെയാണ്. ഇതൊക്കെ നല്ലൊരു രീതിയിൽ പോകുമ്പോൾ നിങ്ങളെ വരവുണ്ടായാലെന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ജാതി കള്ളത്തരം നടത്തി നിങ്ങൾ ദീനുമായിട്ട് ബന്ധമില്ല എന്ന് സ്ഥിരപ്പെടുത്തേണ്ട ആ സമയത്ത് ഞങ്ങൾ തെളിയിക്കുന്നേ. ഞാനത് കൃത്യമായി തെളിയിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞതാ. ഒരാളിപ്പോൾ മറുപടിയായി 2-3 ആളുകൾ വന്നത്, നിങ്ങൾ സിറാജ് വായിച്ചു. സിറാജ് പത്രത്തിൽ 14-ാം തീയതി 15-ാം തീയതിയുള്ളതൊക്കെ വായിച്ചപ്പോൾ സിറാജ് പത്രം രാത്രി തന്നെ അച്ചടിച്ചു പോകും. അപ്പം അന്ന് തന്നെ കത്ത് കിട്ടിയിരുന്നെങ്കിലും ഞങ്ങൾക്ക് പിറ്റേന്നുള്ള സിറാജ് രാത്രി അടിക്കണോണ്ട് രാത്രിയുള്ള വിഷയമല്ലേ സിറാജിൽ പറയാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങളത് രാവിലെ അതിലില്ലാതിട്ട് കാര്യമുണ്ടോ? ഒന്നുകൂടി ആളുകളെ കബളിപ്പിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും ഞങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാക്കിയിട്ടേ കയറലുള്ളൂ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത ഞങ്ങൾ ഇറങ്ങലില്ല. കാരണം എന്താ? ഞങ്ങളിപ്പോൾ നിർദ്ദേശിച്ചതിൽ ഇറങ്ങും. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തി അത് തെറ്റാണെന്നും അവകാശവാദം അത് ശരിയല്ല എന്നും വളരെ ക്ലിയറായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അതിന് ഒരുങ്ങിയത്. അല്ലാതെ നിങ്ങൾ ഇടപെട്ടോളി, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പം. കേന്ദ്ര ഗവൺമെന്റിനേക്കാൾ വലിയ ആളാന്ന് കേന്ദ്രം തന്നെ പണി വരും, അത് വേറെ കാര്യം. അത് നിങ്ങൾ തന്നെ സഹിച്ചോളി. അതല്ലേ ഇവിടെ ഉണ്ടായി. നിങ്ങൾ നോക്കി, ഞാൻ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഏതായാലും സിറാജ് പത്രം അവിടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പല ചാനലുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അത് പിന്നെ തത്സമയ സംപ്രേഷണമാണല്ലോ. ഞാൻ സാധാരണ ഈ ബുഖാരിയും മുസ്ലിം ഒക്കെ നോക്കുന്ന ഇത് നോക്കല്ല. ഇത് ഇവർ നമ്മൾ അതിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ അത് വ്യക്തമാക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തണം. പച്ചയായ കള്ളത്തരമാണ് എന്ന് ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ തന്നെ നോക്കിയാൽ വ്യക്തമാവും. ഇനി അതിന് മറുപടി ഉണ്ടെങ്കിൽ വന്നോളി. അപ്പോൾ അടുത്ത ഞാൻ വേറെ പറയും. നിങ്ങൾ നേർക്ക് നേരെ വന്ന അതിലൊരു വാദപ്രയോഗത്തിന് തയ്യാറാണ് ഞങ്ങൾ. അവിടെ ഓരോ സമയത്തും നമ്മളെ ഓരോ ചാനലിൽ വന്ന വാർത്തയായിരിക്കും തെളിവ്. തന്നെ കിതാബിലുണ്ടാവില്ലല്ലോ. ഇപ്പോൾ കോടതി മാറ്റിവെച്ചത് നമ്മൾ ഫത്വൽ നോക്കിയാൽ കിട്ടൂലല്ലോ. അത് ചാനൽ തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ FBയിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിൻ്റെ കാതലായ ആ ലെറ്റർ ഒന്ന് കാണാം. അവിടെ നിന്നാണ് കേട്ടോ നമ്മളെ തുടക്കം. ആ ലെറ്റർ നിങ്ങളെ മനസ്സിലാക്കുക വേണം. അവിടെയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്ന വിഷയം. എടുക്ക്, കണ്ടില്ലോ. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ FBയിൽ ഇട്ട സംഭവമാണ്. അതായത് അദ്ദേഹത്തിന് യമനിലെ കോടതി അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു ലെറ്റർ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഡേറ്റ്. ശരിക്കും നോക്കിക്കോളി, 14/7/2025. പ്രത്യേകം മാർക്ക് ചെയ്ത ആ സ്ഥലം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഒരു കള്ളത്തരം പൊളിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണമല്ലോ. 14 എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? 14 തിങ്കൾ. ആ ദിവസത്തിലാണ് അദ്ദേഹം FBയിൽ ഈ ലെറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതിലെന്താ ഉള്ളത്? അതിൻ്റെ അകത്തും അത്രേ ഉള്ളൂ. നേരത്തെ 16-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ആ സ്ത്രീ, അവരുടെ ആ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന കോടതിയുടെ അറിയിപ്പാണ്. ഇതെന്നാ വരുന്നത്?
14-ാം തീയതിയാണ് ഇതിൽ ഡേറ്റ് കാണിക്കുന്നത്. ഇത് മൂപ്പര് അതിൽ പ്രസിദ്ധീകരിച്ചത് 15-ാം തീയതിയുമാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമുള്ളത്. ഇവരെ കള്ളത്തരങ്ങൾ എങ്ങനെ പൊളിക്കാമെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്ക്, ജൂലൈ 13-നുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം. ജൂലൈ 13 അതേക്കാരൻ ദിവസം ഞായറാഴ്ച. ആ ദിവസത്തിൽ ഇവര് ഈ വാർത്തകളിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് വളരെ കൃത്യമായ അതിൻ്റെ രൂപമാണ്. അന്ന് AP-യുടെ വർത്താനൊന്നുമില്ല. അവർ പറയുന്നത് ഈ പെണ്ണിൻ്റെ അമ്മ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ വാദം കേട്ട് അതിൻ്റെ ലെറ്ററാണ് 14-ന് നീട്ടിവെച്ചു എന്ന് കൊടുത്തു. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കോടതിയിൽ നിന്നൊക്കെ ഒരു കാര്യം കിട്ടണമെങ്കിൽ ആദ്യം അതിനൊരു ഹർജി കൊടുക്കണം. നിലവിലുള്ള ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധിനെ എന്താക്കാനും ഒരു അപേക്ഷ കൊടുക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെർമിഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണ്ടേ? അല്ലാതെ ഒരാൾ പെടുന്നു ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ കോടതി മാറ്റി കൊടുക്കും. അപ്പം ഇത് വ്യക്തമായി ആ സ്ത്രീയുടെ ഉമ്മ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുന്നത്. ആ ഹർജി കൊടുത്ത വിവരം അന്നത്തെ വാർത്തയിൽ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് തേടി യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. വധശിക്ഷ നടപ്പാക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷ നൽകിയത്. വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കരുതെന്നും ദയാദനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും പ്രേമകുമാരി യമൻ പ്രോസിക്യൂട്ടർക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നു. സനയിലെ ജയിലിലെത്തി. അപ്പൊ ഈ അപേക്ഷ എന്നാ നൽകുന്നത്? ജൂലൈ 13-നാണ് അപേക്ഷ നൽകുന്നതല്ല, അതിന്റെ വാർത്ത വന്നത്. അപേക്ഷ അതിന്റെ മുമ്പ് നൽകിയിട്ടുണ്ട്, ശനിയാഴ്ച നൽകിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വാദം കേട്ടിട്ടാണ് 14-ാം തീയതി ഈ ലെറ്റർ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം അതിൽ വ്യക്തമാണ്. ഇത് ആ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ട അഭിഭാഷക വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും കൂടി ഞാൻ കേൾപ്പിക്കാം. നേരത്തെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ എന്താ തെളിവ്? അമ്മ കൊടുത്ത ആ ഹർജി പാലിച്ചാണ് കോടതി ഇത് മാറ്റിയത് എന്ന് ഇതിനവിടെ തന്നെ ഏൽപ്പിക്കപ്പെട്ട അഭിഭാഷക പറയുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത്തരം ഇടപെടലുകളാണ് പ്രശ്നമാകുന്നത്. ഇങ്ങനെ തുണി കുപ്പായൊക്കെ തേച്ച് പത്രസമ്മേളനം നടത്താനായിരിക്കുന്ന ഒരു കൗമുണ്ട്, ഓലെക്കൊണ്ടാണ് എല്ലാ ഇടങ്ങാറൊന്ന് ആ അഡ്വക്കേറ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ഒരു പ്രശ്നമില്ല, സാധാരണ സംഭവമാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പെണ്ണിൻ്റെ മാതാവ് ദയാഹർജി കൊടുത്തിട്ട് ഇതൊന്ന് നീട്ടിത്തരണം, ഞങ്ങൾക്ക് കൂടുതൽ ചർച്ചകൾ നടത്താനാണെന്ന് പറഞ്ഞപ്പോൾ കോടതി നൽകിയ ഒരു പ്രത്യേകമായ ഇളവ് ഇതാണ് ഈ നീട്ടിവെക്കുക എന്ന് പറഞ്ഞ സംഭവം. അത് ആ അഡ്വക്കേറ്റ് കൃത്യമായിട്ട് പറയുന്നു കൂടി ഒന്ന് കേട്ടോളൂ. ജൂലൈ 12 ആ ദിവസം കൊടുത്തു, 14-ന് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃത്യമായി വാർത്താ അവതാരകൻ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ വിവരം ഈ ശനിയാഴ്ച കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി കിട്ടിയ ഇൻഫോർമേഷൻ എന്തായിരുന്നു? ഇന്റൽ എന്തായിരുന്നു? അമ്മ കൊടുത്തില്ലേ? അമ്മയുടെ ആപ്ലിക്കേഷനാണ് വധശിക്ഷ നീട്ടിവെക്കാൻ പറഞ്ഞ അമ്മ ആപ്ലിക്കേഷൻ. ഞങ്ങൾക്ക് ഫാമിലിയെ ബന്ധപ്പെടാനുള്ള സമയം ഇനിയും അനുവദിക്കണം എന്ന കാരണം കാണിച്ച് നമ്മൾ അമ്മ തന്നെയാണ് സ്വന്തം സൈനില് അമ്മയും സാമൂഹ്യ ജെറോം ഭാസ്കറും കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നീട്ടിവെച്ചത്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ ആളുകളടക്കം വധശിക്ഷ കാണാൻ വേണ്ടിയിട്ട് നൂറുകണക്കിനായി അവിടേക്ക് വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണമൊക്കെ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇത് അതീവ രഹസ്യമായി സൂക്ഷിക്കണം. കാരണം യമൻ പോലെയുള്ള രാജ്യത്ത് ഇത് ഇപ്പോഴൊന്നുമല്ല, നിമിഷപ്രിയയുടെ സുപ്രീം കോടതി ഓർഡർ വന്ന സമയത്ത് പോലും അവിടെ ഇപ്പൊ തന്നെ കൊല്ലണം എന്ന് ആക്രോശിച്ച ആയിരക്കണക്കിന് ആളുകളാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിന്നിരുന്നത്. എന്നാൽ ജഡ്ജിക്ക് പോലും വളരെ പ്രശ്നമായിരുന്നു പുറത്തിറങ്ങാൻ. സാമൂഹ്യ കോടതിയിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിമിഷയുടെ മരണം. അതാണ്. അപ്പൊ ഇതിന്റെ ഒരു കൃത്യത എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ അതാണ്. ഏത് 12 ജൂലൈ 12 ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹർജി കൊടുക്കുന്നു. 13-ന് വാദം കേട്ട് 14-ന് അതിന്റെ വാദത്തിന്റെ വിധി, അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു. അതാണ് 14-നുള്ള ആ ലെറ്റർ. അതാണ് 15-ന് മൂപ്പരതാക്കി ആരെ അവതരിപ്പിക്കുന്നത്? അബൂബക്കർ മുസ്ലിയാർ. ഇതാണ് അതിന്റെ കൃത്യം. ഇനി അവിടെ നടക്കുന്ന നാടകം ഞാനൊന്ന് കാണിച്ചു തരാം കൃത്യമായിട്ട്. സിറാജൊക്കെ അവിടെ കേട്ടെ. ഇവരെ സഹയാത്രിയായ കുറച്ച് ചാനലുകാരുണ്ട്, ഓലെ തന്നെ കൊണ്ടുവരേണ്ടി. ഓലാണിത് നശിപ്പിക്കുന്നത്. അപ്പോൾ 14-ാം തീയതി ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ 14-ാം തീയതി മർക്കസിൽ എന്ത് നടക്കുന്നു എന്ന് ഒരു ചാനലിൽ വന്ന വാർത്ത കേൾക്കാം. 14-ാം തീയതി മർക്കസിൽ എന്താ നടക്കുന്നതെന്ന് ശരിക്കും നിങ്ങൾ കേൾക്കണം. അതായത് ഈ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ട് തുടങ്ങുകയാണ്. 14-ന് ഓർഡർ വന്നിട്ടുണ്ട്. 14-ന്റെ വാർത്തയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അതിലൊന്നുകൂടി പറയുന്നുണ്ട്, ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, ഞാനത് മാധ്യമങ്ങളോട് പറയാനും പോണില്ല. പറയുന്ന മാധ്യമങ്ങളോടാ. പിറ്റേ ദിവസം മുമ്പ് ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്താൻ പോവാണ്. അപ്പം 14-ന് വന്ന വാർത്ത, ജൂലൈ 14-ന് പ്രക്ഷേപണം ചെയ്ത വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്, പറഞ്ഞു തുടങ്ങിയത്
ഇന്നാണ്. അതൊന്ന് വെച്ചു കൊടുക്കാതെ ഒരു പക്ഷേ മാതൃകാപരമായ ഒരു നിലപാടെന്ന് പറയേണ്ടി വരും. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രചരണത്തിന് താൻ മുതിരുന്നില്ല. മർക്കസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല. നിലവിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമം ഈ അവസാന ഘട്ടത്തിലുള്ള ഇടപെടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മർക്കസ് തീരുമാനമെടുത്തിരിക്കുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിന്റെ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി തന്നെ 24 ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമനിലെ ജിനായത്ത് കോടതിയിലെ ജഡ്ജിമാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജിനായത്ത് കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അതായത് വിധി കൽപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിപരമായ ബന്ധം ഈ ഉമർ ബിൻ ഫഖ്ലിയുമായി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹാഫ്ലി മുഖേന അവിടെയുള്ള ഈ മതപണ്ഡിതൻ മുഖേന, സൂഫി മതപണ്ഡിതൻ മുഖേന അവിടെയുള്ള ഈ ജമായത്ത് കമ്മിറ്റികൾ മുഖേന, മഹലി കമ്മിറ്റി മുഖേന ഈ കുടുംബവുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർ മാപ്പാക്കി കൊലക്കയറിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നുള്ളത്. ഇത് എവിടെ നിന്ന് കൊടുത്ത വാർത്തയെ? മർക്കസ് ഓഫീസ് എന്ന് കൊടുത്താ. അതാ മഹല്ല് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു. ഓൻ വിചാരിച്ചത് കാരന്തൂർ മഹല്ല് എന്നൊക്കെ പറഞ്ഞ് യമൻ മഹല്ല് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് 14-ാം തീയതി പറഞ്ഞ വാർത്ത എന്താ? അവിടെ ജഡ്ജിമാരും എല്ലാവരും ഇരുന്ന് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 14-ാം തീയതി ഇത് തീരുമാനമാക്കി കോടതി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് അയാളെ എപ്പിന്ന് നമ്മൾ കണ്ടല്ലോ, 14 നാളോ ഡേറ്റ്. എന്നിട്ട് ആളുകളെ പൊട്ടന്മാരാക്കിയിട്ട് വാർത്ത കൊടുക്കുന്നത് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. യമനിൽ ഉമർ ഹഫീദ് പോയിട്ടുണ്ട്. ഇതൊക്കെ പലരും മനസ്സിലാക്കിയെന്ന്. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ കോഴിക്കോടാണ് ഉമർ ഹഫീദിൻ്റെ വീടെങ്കിൽ കാരന്തൂരാണ് ഈ പ്രതിൻ്റെ വീട് എന്നാണ്. വളരെ സിമ്പിളാണല്ലോ ഇതൊക്കെ. ഉമർ ഹഫീദ് ഉള്ളത് എവിടെ? തെരീം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം സൗദി ഗവൺമെന്റിന്റെ പിന്തുണയോടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ സ്ഥലത്താണ് ഏതുള്ളത്? ഉമർ ഹഫീദിന്റെ സ്ഥലമുള്ളത്. ഈ പ്രശ്നം നടക്കുന്നത് എവിടെ? യമനിന്റെ മറ്റൊരു പ്രദേശം, ഹൂത്തികൾ ഭരിക്കുന്ന സൊൻആ തലസ്ഥാനമായുള്ള സ്ഥലമാണ്. ഈ പറഞ്ഞ പ്രതികൾ രണ്ടും രണ്ടു ഭാഗമാണ്. ഏകദേശം തെരീമിൽ നിന്ന് സൊൻആ എന്ന ഹൂത്തികളുടെ ഭരണ തലസ്ഥാനത്തിലേക്ക് എത്താൻ 635 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 10-10.5 മണിക്കൂർ യാത്ര ചെയ്താലേ ഈ തലസ്ഥാന നഗരിയിലെത്തൂ. ഹൂത്തികൾ ഭരിക്കുന്ന ഈ സൊൻആയിലെത്തൂ. സൊൻആയിലാണ് ഈ കോടതി ഉള്ളത്. ഇനി അവിടെ നിന്ന് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ആളെ സഹോദരനെ കാണണമെങ്കിൽ വീണ്ടും 3.5 മണിക്കൂർ മലകളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം തമർ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ. അപ്പൊ സൊന്നാവും കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് ഇവന് 13-ാം തീയതി അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. 13-ാം തീയതി ആരെ വിളിച്ചതാണ്? ഉമർ ഹഫീദിനെ വിളിച്ചു തുടങ്ങിയതാണ്. 13-ാം തീയതി അപ്പുറത്ത് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റിയ സ്ഥലമല്ലത്. ഇനി അവിടുന്ന് ഈ സൊന്നായിലേക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ മലകളും കുന്നുകളാണ്. പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലങ്ങളെയല്ല. മാത്രമല്ല ഈ തമറിൽ ഇവിടെ താമസിക്കുന്നത് ഷിയാക്കളാണ്. ഉമർ ഹഫീദ് സൗദി ഭരണത്തിന്റെ കീഴിൽ അവിടെ സൂഫിയായി എന്നായിട്ടുള്ളത്. ഇത് നേരെ എതിരാണ് ഈ രണ്ട് വിഭാഗവും. ഇവൽ അങ്ങോട്ട് പോയുള്ള സാധ്യതയും കൂടി ഇല്ലാതാവുക ചെയ്യാം. കാരണം ഓല വീക്ഷണത്തിൽ ഇവർ മുസ്ലിങ്ങൾ പോലും അല്ല. ഇതൊക്കെയാണ് സാഹചര്യം ഉള്ളത് അവിടുത്തെ. എന്തൊക്കെ ഉണ്ട് അവിടെ? എന്നിട്ട് ഇവലിങ്ങനെ കണക്ക് കൂട്ടുക. ഇവിടെ നിന്നാണ് വിളിച്ചു പറഞ്ഞു, അടുത്ത മഹല്ലിലാണല്ലോ ഇവരുള്ളത്, തലാലിന്റെ കുടുംബം. നേരെ പോയി ചർച്ച നടത്തി എന്തെങ്കിലും വിവരത്തിനെ സംബന്ധിച്ചിട്ട് ഇതിൽ ആകെ ഒരു സുഖം കിട്ടിയെന്താ അറിയോ? യമനിൽ പോയി നേരെ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ ഒരു ചാനലുകാരനും കഴിയൂല എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് പോകാൻ വിസ കിട്ടൂല. മറ്റേതിപ്പോൾ വിമാന അപകടം ഉണ്ടായോടത്ത് നേരെ പോയി റിപ്പോർട്ട് ചെയ്യാലോ. ഇത് മർക്കസ് ഓഫീസാണ് ഇപ്പോൾ യമൻ എന്ന് പറഞ്ഞാൽ. യമൻ അതിൻ്റെ നേരെ മർക്കസ് ഓഫീസ്. മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ജവാദ്, ഓനും കൂടി കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ കൊടുക്കുന്നതൊക്കെ. 14-ാം തീയതി ഈ കോടതി ഈ ലെറ്റർ കൊടുത്തു എന്ന് കാന്തപുരം മുസ്ലിയാരെ FB-യിലുള്ളത്. ഈ 14-ാം തീയതി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ നിങ്ങളുടെ ചർച്ചകൾ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഈ 15-ാം തീയതിയിലേക്ക് വരും. നമ്മൾ പെട്ടെന്ന് പോവാം. 15-ാം തീയതി എന്ന് പറഞ്ഞാൽ എന്നാ? ഇവിടെ നമ്മൾ തിങ്കളാഴ്ചയും കഴിഞ്ഞു, 15 ചൊവ്വാഴ്ച, 16-ാം തീയതിയാണ് വധശിക്ഷയുടെ ദിവസം, ബുധനാഴ്ച. ഇതൊക്കെ നമ്മളും വാർത്ത കേൾക്കണില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇടപെടൽ കൊണ്ടുവരണം, അപ്പോഴേ ഉള്ളൂ. മറ്റത് കേട്ട് നമ്മൾ അങ്ങനെയാണ് കൊടുത്തു. ഒരു ക്ലിപ്പൊക്കെ ആക്കി വെക്കണല്ലത്. അപ്പോൾ 14-ാം തീയതി ഓക്കെ ആയ ഒരു സംഭവം ഈ 15-ന്റെ അന്ന് എടുക്കുക. 15-ന്റെ അന്നത്തെ രാവിലത്തെ വാർത്ത കേട്ടോ ഇനി വരാൻ പോകുന്നുണ്ട്. അത് പറയാനൊരു കാരണമുണ്ട്. സിറാജ് ഞങ്ങൾ രാത്രി അടിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പാച്ച നുണ പറയും ചങ്ങായിമാരെ. നിങ്ങളിത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുതിര കളിച്ച് ആളുകളെ പൊട്ടന്മാരാക്കി എന്നല്ലാതെ. 14-ാം തീയതി കോടതിയുടെ വിധി ലെറ്ററായി തന്നെ വന്നു. 15-ന്റെ അന്നത്തെ രാവിലത്തെ വാർത്ത 24 തന്നെ. എന്താ അവർ പറയണത്? ചർച്ചകൾ തുടരുകയാണ്. മറ്റന്നാളാണ് എന്ത് വധശിക്ഷ. മറ്റന്നാൾ നോക്കെ പോയിട്ടുണ്ട്, എന്നോ പോയിട്ടുണ്ട്.
എന്നിട്ട് ഒരു വാർത്ത വായിക്കാണ്, ഇന്ന് 12:30 വീണ്ടും ചർച്ച. എന്തിന് ചർച്ച? നീട്ടിവെക്കാൻ, ശിക്ഷ നീട്ടിവെക്കാൻ. 14 തീരുമാനമായ സംഭവം പിന്നെ ചർച്ച. കുട്ടി വന്നിട്ടാ പിന്നെ നിക്കാഹ് വരണ്ട്, നിക്കാഹ് പിന്നെ വരണുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ആരെ പറ്റിക്കാനാ? സിറാജുള്ളത് തത്സമയ റിപ്പോർട്ടാണ്. 15 വാർത്ത എന്ന് വെച്ചോടുക്ക് രാവിലത്തെ 30 ആരംഭിക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ പ്രമുഖ മതപണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്നലെ 3 ഘട്ടങ്ങളിൽ ചർച്ച നടന്നു. അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത്, ഈ കുടുംബത്തിലെ വലിയൊരു ശതമാനം പേർക്കും ഈ പെൺകുട്ടിക്ക് മാപ്പം നൽകുന്നതിൽ കുഴപ്പമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ഇപ്പോൾ എതിർക്കുന്നുമുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ കൂടി ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു വിജയമായി മാറും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യമൻ സർക്കാരിന്റെ, യമൻ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പുള്ളത്. നാളെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ളതാണ്. അത് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. അത് അത്തരം കാര്യങ്ങൾ നാളെ വധശിക്ഷ നടപ്പിലാക്കുന്നതാണ് നിയമമുള്ളത്. അത് നിർത്തിവെക്കാനാണ് ഇന്ന് 12:30 പ്രധാന ചർച്ച. അത് ഇന്നലെ നിർത്തിവെച്ചിന്. അത് 14 ക്യാൻസലാക്കി കോടതി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെയുള്ള ഈ ചങ്ങാതി മർക്കസിന്റെ ഓഫീസിൽ നിന്ന് വാർത്ത വാങ്ങിയിട്ട് ആളുകളെ പറ്റിക്കുക. 12:30 ചർച്ച ഉണ്ട്. ഇതിങ്ങനെ റേഡിയോ കണക്കാക്കി അവിടെ കാത്തുക്കല്ലോ. ഈ കൊല്ലപ്പെട്ട സഹോദരൻ കൃത്യമായിട്ട് എഴുതി അതിലേക്കും വരുന്നുണ്ട്. ഞങ്ങളായിട്ട് ആരും അങ്ങനെ ഒരു ചർച്ചയ്ക്കേ വന്നിട്ടില്ല. 12:30 ചർച്ച എന്തിനാണോ നീട്ടി വെച്ചില്ലത്? പിന്നെ എന്തിനാ ചർച്ച? തഹ്സീലുൽ ഹാസിന് മുഹാലല്ലേ? ആ ചാനലിൽ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവില്ല. മർക്കസ് പോയി ചോദിച്ചാൽ മതി. നീട്ടി വെച്ചത് പിന്നെയും നീട്ടി വെക്കണോ? ഞങ്ങൾ ഈ വാർത്ത കേൾക്കേണ്ട വിചാരിച്ചാൽ അതിനും നിങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് ഉച്ചയിലേക്ക് വരികയാണ്. ഇത് രാവിലത്തെ വാർത്ത. ഈ ഉച്ചയായപ്പോൾ 15 തന്നെ അടുത്ത വാർത്ത വന്നു. എന്താണ്? വളരെ അടിയന്തരമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. കാന്തപുരമാണ് നേതൃത്വം നൽകുന്നത്. മർക്കസിൽ നിന്ന് ഇങ്ങനെ ഇത് സംഭവമാക്കി ഇയാളാ മാറ്റിയതെന്ന് വരുത്തണമല്ലോ. ആ ഡേറ്റ് മാറ്റിക്കൂടെ എന്ന ചങ്ങായിമാരെ? നിങ്ങൾ അങ്ങനെ എന്തെല്ലാം വ്യാജമായിട്ടുണ്ടായിരുന്നു. ആ 14 മാറ്റി നിങ്ങൾക്ക് 15 ആക്കിക്കൂടെ? ഇത് 14 കോടതിയുടെ തീരുമാനം വന്ന് നിങ്ങളെ FP എന്നല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് മുമ്പ് കിട്ടിയത് ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ലോ. നിങ്ങളെ FP എന്ന് കിട്ടിയല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കേട്ടോ. പിന്നെ ഉച്ച സമയത്തിനോട് അടുത്ത വാർത്ത ഓക്കെ. അതിലൊരു ശുഭവിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയകുമാർ, സമീര, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് നീട്ടിവെച്ച് കൂടുതൽ ചർച്ചയ്ക്ക് സാവകാശം തേടുക എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ഉന്നത ചർച്ചകളിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അതായിരിക്കും അല്ലേ? ഒന്നുകിൽ ഇത് ഫ്രീസ് ചെയ്യുക കുറച്ചു നാളത്തേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സാവകാശം വാങ്ങുക തുടർ ചർച്ചകൾക്ക്. അതിനായിരിക്കും ഒരുപക്ഷെ ആദ്യ പരിഗണന ചർച്ചകളിൽ അല്ലേ? തീർച്ചയായും അതിന് തന്നെയാണ് ഇന്നത്തെ പ്രധാനമായും അതിന് തന്നെയാണ് സമയം കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാറ്റുക പ്രധാനപ്പെട്ട കാര്യം. അതിന് സാവകാശം ലഭിച്ചാൽ സ്വാഭാവികമായും കുടുംബവുമായി കൂടുതൽ പേർക്ക് ഇടപെടാനും കൂടുതൽ പേർക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സാവകാശം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോഴുണ്ടാവുന്ന ഈ കുടുംബത്തിലെ മാറി നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ കൂടി വിശ്വാസത്തിലെടുക്കാനും കള്ളം വാർത്ത കൊടുക്കണം. നാളെ നടക്കുന്ന വധശിക്ഷ അങ്ങനൊന്നും ഇല്ല. കോടതി നേരത്തെ നീട്ടി, ഇന്നലെ തന്നെ നീട്ടി. എന്നിട്ട് ഇവനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുക. അതിനിടയിലാണ് കാന്തപുരം മാധ്യമങ്ങളെ കാണുന്നു ഉച്ച സമയത്ത് വരുന്നത്. ജൂലൈ 15 ചൊവ്വാഴ്ച കാന്തപുരം വരികയാണ്. അപ്പോൾ 2 വാർത്താ സമ്മേളനം നടത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ മാധ്യമങ്ങളല്ലേ ഇതിനല്ല ബുഖാരി നോക്കിയത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തത്സമയം മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കണ്ടിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞില്ല? ഇത് നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞില്ല. ഉച്ചക്കും പറഞ്ഞില്ല. അങ്ങനെ സംഭവമാക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ചർച്ച നടത്തിയത് കൊണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാത്തിലും ഇടപെടുന്നവരാണെന്ന് മനസ്സിലായി. ആദ്യത്തെ വാർത്ത എന്തായിരുന്നു? ഞങ്ങൾക്ക് എന്താ ആവശ്യമില്ല, ക്രെഡിറ്റ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ അതൊക്കെ ആവശ്യമായി മൂപ്പര് കുപ്പായക്കെട്ട് വന്നതാണ്. കേട്ടോളൂ മൂപ്പര്. പിന്നെ 24ന്റെ റിപ്പോർട്ട് തന്നെ വെക്ക്. ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടെന്നും ഇസ്ലാം ഓരോ എന്നാ ജൂലൈ 15 അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആളുകൾ ഒരാളവിടെ ഇല്ല. ടോപ്പോ ഇവലാകെ ഇത്ര ഞാൻ പറഞ്ഞ 635 കിലോമീറ്റർ താണ്ടി കുറച്ച് അതിനെ പോയി നോക്കിയ ആൾക്കാർ നമുക്ക് വിവരം തരുന്നുണ്ട്. പോയി അതേ സ്പീഡിൽ പോകുന്നതാണ്. അവിടെ പോയാൽ പിന്നെ ഞങ്ങളുണ്ടാവില്ല എന്നാ പറഞ്ഞ്. കാരണം ഇത് രണ്ടും അംഗീകരിക്കുന്ന 2 ധ്രുവങ്ങളിലുള്ള ആളുകളാണ്, 2 വിശ്വാസമാണ്. അതിനേക്കാൾ നല്ലത് കേന്ദ്ര സംഘം പോയാൽ ഒരു അംഗീകരിച്ചു എന്ന് വരും. എത്ര കൃത്യമാണിതൊക്കെ. പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിനെ ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ മനോരമൻ്റെ റിപ്പോർട്ടും കൂടി എൻ്റെ തുടക്കം വെച്ചു കൊടുക്കും.
അതേ സാധനം. മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക് പോകുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കും. ആദ്യം മുതൽ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക് പോകുന്നു. അതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം വന്നത്. അപ്പൊ അതിലെന്താ പറഞ്ഞത്? ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു വിഷയം നടക്കണില്ല, ഞങ്ങളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ ആയത്? വളരെ കൃത്യമായി ചിന്തിച്ചു നോക്കി. 12-ാം തീയതി ഹർജി കൊടുക്കുന്നു, 13-ാം തീയതി വാദം കേൾക്കുന്നു, 14-ന് കോടതിയുടെ വിധി മാറ്റിവെച്ചു എന്ന് വരുന്നു, 15-ന് ഇവരുടെ നാടകങ്ങൾ അരങ്ങേറുന്നു. 15 ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ പത്രങ്ങൾക്ക് അടുത്ത റിപ്പോർട്ട്, ചാനലുകൾ വധശിക്ഷ മാറ്റി. അപ്പോഴാണ് വലിയ വധശിക്ഷ മാറ്റി എന്ന് പറഞ്ഞു വരുന്നത് 15 ഉച്ച കഴിഞ്ഞതിന്റെ ശേഷം. അതൊന്നും ഒന്നോട്ടെ, അടുത്ത വാർത്ത. ഇത് പൂർണ്ണമായ ആശ്വാസമാണോ ചോദിച്ചാൽ പക്ഷേ ആശ്വാസമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഇനി കേവലം മണിക്കൂറുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നു. നാളെയാണ് ഇത്തരത്തിൽ അന്തിമ ഉത്തരവ് നടപ്പാക്കുക. അതായത് വധശിക്ഷ കൊലക്കയർ മുറുകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് നാളെ നടക്കാനെന്ന വധശിക്ഷ നീട്ടിവെക്കുന്നു എന്ന രീതിയിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത അവിടെ നിന്ന് വരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ഈ ചർച്ചകൾ, ഈ കുടുംബങ്ങളുടെ ചർച്ചകൾക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുക എന്നുള്ളത് തന്നെ ഇത് പ്രധാനം. അപ്പോൾ അതിന് വധശിക്ഷ നടപ്പായി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പ്രസക്തി ഇല്ലാതായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 10 ദിവസം നീട്ടി കിട്ടിയ അത്രത്തോളം ഭാഗ്യം എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ഈ പറയുന്ന ഇടപെടൽ നടത്തും എല്ലാവരുടെയും ആലോചന. വിജയവാർത്തയിൽ ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണെന്ന് ഉറപ്പായും പറയാം. പ്രസിദ്ധ കാന്തപുരത്തിന്റെ ഇടപാടാണെന്ന് ഉറപ്പായി. കാരണം കാന്തപുരം ചർച്ച തുടങ്ങുന്നത് 14-നാണ്. 14-ന് അവിടെ വിധി വന്നുപോയി. 15-ന് മൂപ്പരെ ചർച്ച തുടരുകയാണ്. 15-ന് ഉച്ചന്റെ ശേഷമാണ് നീട്ടിവെച്ചു എന്നുള്ളത് ഇവർ വായിക്കുന്നത്. നാളെ നടക്കാനുള്ളതാണ്, ഇന്ന് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് വായിക്കുന്നത് ഏതാ? അതേ ലെറ്റർ. അതുകൊണ്ട് അവൻ കളിപ്പിച്ചു കൊടുക്കും. അവൻ തന്നെ വായിക്കുന്നുണ്ട്. 24-ന്റെ ആൾ തന്നെ വെച്ചു കൊടുക്കും. ഇറങ്ങിയതായുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ ഹാഷ്മി. ഫണ്ടമെന്റൽ റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഭാഗത്തുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അത് അറബിയിലാണ്. നമ്മുടെ ട്രാൻസ്ലേഷൻ അതിങ്ങനെയാണ്. സെന്റൻസ് വി ഇൻഫോം യു ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് അറ്റോർണി ജനറൽ ഓഫ് ദി പോസ്റ്റ്പോൺമെന്റ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി റിറ്റാലിയേഷൻ സെന്റൻസ് അഗൈൻസ്റ്റ് ദി കൺവിക്ട് നിമിഷപ്രിയ ടോമി തോമസ്, ഇന്ത്യൻ നാഷണാലിറ്റി, ഇൻ കേസ് നമ്പർ 68 ഓഫ് 2018 AD-CJ which was scheduled for next Wednesday 7/16/2025 AD. നിമിഷപ്രിയ ടോമി തോമസ് അണ്ടിൽ നോട്ടിഫിക്കേഷൻ വെൻ ദി എക്സിക്യൂഷൻ ഡേറ്റ് ഓഫ് കൺവിക്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എ ന്യൂ ഡേറ്റ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തൽക്കാലം നീട്ടിവെച്ചു എന്നുള്ളത്. നേരത്തെ ഉന്മേഷ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രസ്താവന വായിച്ചു. ഇത് ഈ പറയുന്ന മോചനത്തിനുള്ള വഴിയിൽ ആ വഴിയിൽ ഇക്കാലമത്ര ഇരുട്ടായിരുന്നെങ്കിൽ ആ ഇരുട്ടിൽ തെളിഞ്ഞു കത്തുന്ന നേരിയ വെളിച്ചം മാത്രമാണിത്. ആശ്വാസം എന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല. നമ്മൾ വായിച്ച അതേ ലെറ്റർ അത് ഇംഗ്ലീഷിലാക്കി വായിക്കാണ്. അതിന്റെ മുകളിലുള്ള ഡേറ്റ് വായിക്കണില്ല, 14 എന്നുള്ളത്. അതേ സാധനം വായിക്കണേ. വേറെ എവിടെ നമുക്ക് കിട്ടാനത്? അങ്ങനെ എന്തുണ്ടായി? നീട്ടിവെച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഉടനെ വന്നു നമ്മളാള്. അതാ 2ാമത്തെ പത്രസമ്മേളനം എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു മൈക്കൊക്കെ വെച്ച് ഇരുന്നിട്ട് മുമ്പ് പറയാണ്, നീട്ടിവെച്ചിരിക്കുന്നു, ഞാൻ അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറ്റിവെച്ചതാണ് എന്ന് അവർ എന്നോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഞാൻ വിളിച്ചുകൂട്ടി അവിടെ ഒരു മുഷാവറ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിടൽ? ഞാനത് പറയുമ്പോൾ വളരെ ഇത്രയധികം ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ്? 14-ന് കോടതി ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാൾ 14-നും 15-നും ചർച്ചയിലാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 15 ഉച്ചന്റെ ശേഷം ഈ വിധി വല് വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് മൂപ്പര അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ ഒരു രംഗമുണ്ട്. അത് അടുത്ത പത്രസമ്മേളനമാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 3 കളവ് അച്ചടിക്ക്. ആദ്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. 14-ന് വിധി വന്നിട്ടുണ്ട്. 2 യമനിലെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി. ഒരൊറ്റ ഒന്നിനേക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഉമർ അഫീലാണ്. 2ാമത്തെ ആളയിലില്ല. എന്നിട്ടൊരു ഒരു കേരളം പോലെ ആക്ക യമനി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് മൂപ്പർക്ക് കോടതി അറിയിച്ചു. കോടതി നിങ്ങൾ കക്ഷിയാണോ മുസ്ലിയാരെ? കോടതി നിങ്ങൾക്ക് എന്തിനാ അറിയിക്കാനാ? അതാ ജയിലിക്കല്ല അറിയിക്കേണ്ടി ശിക്ഷ നീട്ടിയത്. അത് മർക്കസിലാ ജയില്. അത് ഞങ്ങളൊക്കെ അനുഭവിച്ച സംഘടനാ ജയില്. അതിൽ തൂക്കിക്കൊല്ലാമെന്നാലും വിവരം ജയിലാണായി. എന്നിട്ട് പറയട്ടെ, അടുത്ത നോണ തുടരട്ടെ. 3 നോണ ഒറ്റ ശ്വാസത്തില. അടുത്ത് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. പച്ചയായ കളവാണ്. നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം തന്നു. അല്ല, അത് അമ്മയുടെ ഹർജി പരിഗണിച്ച് കോടതി 14-ന് ഔദ്യോഗികമായി ലെറ്റർ കൊടുത്തതാണ്. ആ ലെറ്റർ ഇപ്പൊ നിങ്ങളുടേതായി വായിച്ചതാണ്. നിങ്ങൾ ചർച്ചയിലാണെന്ന് പറയുന്ന സമയത്തും അവിടെ തീരുമാനമായിട്ടുണ്ട്.
ഒറ്റ ഡേറ്റുമ്പോൾ പൊളിഞ്ഞില്ല നിങ്ങളെ മുഴുവൻ കഥയും. എത്ര നുണകൾ. എന്നിട്ട് എൻ്റെ അഭ്യർത്ഥന മൂലം അതിലുണ്ട് കത്തിലേ. എന്നിട്ട് അതിലൊരു വാട്ടർമാർക്കും എന്ത് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഓഫ് ആലെന്ന് പറയാത്ത ഭാഗ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടേക്കായി പോക്ക്? ആളുകൾ ഇത് കാണുന്നില്ലേ? അപ്പോൾ മറ്റേയാൾ വന്ന് APO കെറ്റത് കിട്ടുമെന്ന് എഴുതിയിട്ട് മറ്റേയാൾ ഓടി വന്നു, റജുലുൻ മിൻ അക്സൽ മദീന, മദീന നേരെ ഓടി വന്ന്, നിങ്ങൾ അങ്ങനെ എടുക്കണ്ട, ഞാനിപ്പോൾ ആഘോഷിക്കാൻ വരുമെന്ന് വെച്ചോടുക്കാൻ പറ്റ അയാൾ വരണം, അപ്പോഴാ വരയുള്ളത്. വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ് അതിലുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. ഇനി ബ്ലഡ് മണ്ണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗതി അല്ലാഹ് ആർക്കും കൊടുക്കല്ല എന്നാണ്. എന്താ ഇപ്പൊ ഇതിനൊക്കെ കാട്ട മനസ്സ്? ഇത് പറഞ്ഞാൽ ഞമ്മക്കാ കുറ്റത്രേ. അതാ ശൈഖുനെ പറഞ്ഞ് നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നാവാൻ വളയല്ലേ? ആഘോഷിക്കണമെങ്കിലേ പണി നോക്കിങ്ങൾ മധു ഇത് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടേക്കാ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? പച്ചയായ കള്ളത്തരം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? വാർത്ത അങ്ങനെ ലൈവായി നിർത്തി. 14 വിധി വരികയാണ്. 15 രാവിലെയും ഉച്ചക്കും ഒക്കെ ഉള്ള വാർത്തയിൽ ചർച്ച തുടരുന്നു. കാന്തപുരം നിർണായകം. ഇപ്പോൾ നീട്ടി വാർത്ത വരും. ആ പറഞ്ഞ സമയത്തൊക്കെ ഓൾറെഡി വാർത്ത വന്നു കഴിഞ്ഞു. കോടതി തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇവരിങ്ങനെ ലൈവിലിങ്ങനെ നിർത്തി ഉച്ചയ്ക്ക് ശേഷം വിധി നീട്ടി. അപ്പോഴേക്ക് എല്ലാവരും കൂടി കാന്തപുരം വന്നിട്ടുണ്ട്, മൂപ്പരാണ്, നിർണായക ഇടപെടലാണ്. അപ്പൊ മൂപ്പരും കുപ്പായിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ്, ആദ്യം പറഞ്ഞതിലേക്ക് ക്രെഡിറ്റ് ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെയാണ് ഇതിന്റെ എല്ലാ ആളും, അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. എന്താ ഇതൊക്കെ? ആരോടാ ഇതൊക്കെ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ പത്രസമ്മേളനം വന്നു തൊട്ടുടനെ. ആ പത്രസമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് കാന്തപുരം ഇടപെട്ടോ എന്ന് പോലും അറിയൂല. ഒരു രാജ്യത്തിന്റെ വിദേശ മന്ത്രാലയമല്ലേ മറ്റൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുണ്ടാവും, UAE പോലെയുള്ള, അവിടെ വേണമെങ്കിൽ ഒരാൾക്ക് ഇടപെടാം. ഇതല്ല, നയതന്ത്ര ബന്ധം ഇല്ലാന്ന് ഇവരെന്നെ പറയുന്നത്. അപ്പൊ മറ്റു രാജ്യങ്ങളുടെ സഹായമൊക്കെ തേടി ഇടപെടേണ്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റിനേക്കാൾ വലുതായി ആഘോഷിച്ചതല്ലേ? ജനങ്ങളെ പറ്റിക്കുന്നതിനൊരു അവര് അതിനൊരു മാന്യതല്ലേ? പറ്റിക്കലുണ്ടാവും ചിലപ്പോൾ. എന്നാലും എന്ത് ജാതി നുണയായി പറയുന്നത്? കേന്ദ്ര വക്താവ് അത് കൃത്യമായി പറയുന്നുണ്ട്. കാന്തപുരത്തിന്റെ അതിന്റെ ശേഷം വന്നതാണ്. വെച്ചു കൊടുക്കുക. Was as far as the role of the entity that you mentioned, I have no information to share on this account. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ കാന്തപുരമാണ് പ്രധാന പങ്ക് വഹിച്ചതെന്ന് കോൺഗ്രസും CPM അടക്കമുള്ള കേരളത്തിലെ പാർട്ടികൾ വാദിക്കുമ്പോഴാണ് വിദേശകാര്യ വക്താവിന്റെ ഈ പ്രതികരണം. കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ നടക്കുന്ന നീക്കങ്ങളെ തുടർന്നാണ് വധശിക്ഷ മാറ്റിയത്. ഇക്കാര്യത്തിൽ ചില സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെട്ടുവെന്ന് രൺധീർ ജയ്സ്വാൾ പറഞ്ഞെങ്കിലും ഏത് രാജ്യങ്ങളെന്ന് വ്യക്തമാക്കിയില്ല. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ധാരണയ്ക്ക് ശ്രമിച്ചു. കാന്തപുരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഒരു വിവരവുമില്ലെന്നും രൺധീർ ജയ്സ്വാൾ പറയുമ്പോൾ മറ്റാർക്കും പങ്കില്ലെന്ന സന്ദേശമാണ് കേന്ദ്രം നൽകാൻ നോക്കുന്നത്. This included concerted efforts in recent few days to seek more time for the family of Ms. Nimisha Priya to reach a mutually agreeable solution with the other party. The local authorities in Yemen have postponed carrying out her sentence. വളരെ വ്യക്തമായിട്ട് കേന്ദ്ര വക്താവ് പറഞ്ഞത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്കറിയില്ല. ഓൽക്കറിയാതെ അവിടെ ഒന്നും നടക്കൂല. പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത നാടല്ലേ. പിന്നെ അവര് പലതും രഹസ്യമാക്കി. അവര് വളരെ തന്ത്രപരമായിട്ടാണ് പോണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ. കാരണം എന്താ? കോടതിയിൽ പോലും അവർ പറയുന്നുണ്ട് എല്ലാം പുറത്ത് പറയാൻ പറ്റൂല. പറയാൻ പറ്റുന്നതല്ലേ പറയൂ. ഇവൽക്കിതൊന്നും അറിയില്ലല്ലോ. വിളിച്ചിങ്ങനെ നടത്തി പത്രസമ്മേളനം നടത്തിയിട്ട് പറയല്ലേ നിങ്ങളെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മോചനം തന്നെ വേണ്ടി ഇവിടെ നടന്നിരുന്നു. നിങ്ങൾ ഏതിൽ ഇടപെട്ടോ കുടുങ്ങി. ഇതെല്ലാം ഒറ്റ പോസ്റ്റിൽ ബാത്തിലാവും. കൊല്ലപ്പെട്ട സഹോദരന്റെ പോസ്റ്റ് കാണിച്ചു കൊടുക്ക്. 24ന്റെ വാർത്ത അടിയിൽ കൊടുത്തിരിക്കുന്നു. ശുഭസൂചന, തലാലിന്റെ കുടുംബം ചർച്ചകളോട് സഹകരിച്ചു. ഇതൊക്കെ മർക്കസ് നിന്ന് കൊടുക്കുന്ന വാർത്തകളാണ്. അത് പോസ്റ്റ് ചെയ്തിട്ട് മലയാളത്തിൽ യമനിൽ നിന്ന് സഹോദരന്റെ പോസ്റ്റ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ ചേർത്ത് കൊടുത്തതാണ്. എന്താണ് അതിൽ പറയുന്നത്? ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആരുമായി പോലും സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ 635 കിലോമീറ്റർ യാത്ര ചെയ്ത് സൊനായിലെത്തി. അവിടെ നിന്ന് പിന്നെയും 3-3.5 മണിക്കൂർ മല കയറി എത്തി. പിന്നീട് വരേണ്ട സ്ഥലമാണ് ഈ തമറെന്ന് പറയുന്നത്. അത് തന്നെ ഷിയാക്കളുടെ സ്ഥലമാണ്. ഉമർ ഹഫീദ് അവിടെ സുന്നിയായി അറിയപ്പെടുന്ന ആളാണ്. തബ്ലീഗ് വന്നിട്ട് നമുക്കെല്ലാം അറിയാം. അപ്പൊ ആ രൂപത്തിൽ ഒരു തലും പാലില്ലാതെ ഈ IT യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ ചാനലുകാരെ പറ്റിക്കുന്നത്? ചാനലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓര് വിചാരിച്ച് ഉമർ ഹഫീദ് പറഞ്ഞ് ഇങ്ങനെ പറയാണ് കോടതിന്റെ ജഡ്ജൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. ബല ചർച്ചയ്ക്ക് ഇരിക്കുന്ന ജഡ്ജിന്
അങ്ങനെ ഇരിക്കാൻ പറ്റത്? ഒന്ന് ചിന്തിച്ചൂടെ? ഇപ്പം നമ്മുടെ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. കേസ് എന്താക്കണം എന്ന് ആ ജഡ്ജി വന്ന് നമ്മളോട് ചർച്ച ചെയ്യും. അവിടെ വാദിച്ചത് വരെയല്ലേ ഇതിൻ്റെ ABCD പോലും അറിയില്ല എന്നല്ലേ പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞതെന്താ? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ഇതുവരെ. നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായി ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കള്ളങ്ങളും മാത്രമാണ്. അപ്പോൾ ഒരു ഇടപാട് നടന്നിട്ട് പോയി നോക്കിയിട്ടുണ്ട്, അതിലേറെ സ്പീഡിൽ പോന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടട്ടെ, രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഒരു കാര്യം പറയാ, കേന്ദ്രത്തെക്കാൾ എന്നല്ല ഒരു പൂച്ചക്കുട്ടിയെക്കാളും വലുതാകാൻ കാന്തപുരത്തിന് കഴിയില്ല. നിങ്ങൾ എല്ലാ സംഘടനയും കൂടിയാലും ഒരു ജീവുള്ള അവസ്ഥയിലേക്ക് വരെ എത്താൻ കഴിയില്ല. നിങ്ങളെ എല്ലാ വീമ്പും തകർക്കുന്ന പുതിയ വാർത്തയാണ് ഇനി ഞാൻ അടുത്ത് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പൊ കിട്ടിയതാ. ഇന്നെന്താ ഡേറ്റ്? 22 ഇപ്പൊ വന്ന റിപ്പോർട്ടർ വാർത്ത വെച്ചെടുക്ക്. കഴിഞ്ഞു കഥട്ടോ. എന്താ പറഞ്ഞേ? നിമിഷപ്രിയയുടെ മോചനം, കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം, പിന്തുണ വേണം, വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി. അതല്ലേ മോനെ പറഞ്ഞത്? 1000 കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല. ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം, ഒന്ന് സഹായിക്കീ. നിങ്ങൾ സഹായിക്കേണ്ട ഓല് നടത്തുന്നുണ്ടായി, ഓല് കൃത്യമായിട്ട് നടത്തുന്നുണ്ടായി. എല്ലാ അഹങ്കാരവും പൊളിഞ്ഞ് പാളീസായില്ലേ? ഒരാഴ്ച ആളുകളെ മുഴുവൻ എയറിൽ നിർത്തിയിട്ട് ഇല്ലാത്ത വാർത്തയും പ്രസിദ്ധീകരിച്ച് എല്ലാവരും ആശംസകൾ. ആൾക്കാരിപ്പോൾ ഇത് നമ്മളെ പോലെ നോക്കൂലല്ലോ. കാന്തപുരമാണ്, അവർ ആശംസകൾ എടുക്കട്ടെ. എല്ലാവരും ആശംസ കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു. നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് അമളി പറ്റിയത് അറിഞ്ഞത്. അഫ്വാൻ ഉസ്താദ് കാര്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളിങ്ങനെ. ഞാൻ പറഞ്ഞു, ഇയാൾ പറ്റിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഞങ്ങളോട് ചോദിച്ചിട്ട് അഭിനന്ദനം. അവനോട് പറഞ്ഞു, ഒരു അഭിനന്ദനം അറിയിക്കണം, നിങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യൂ. ഞാൻ പറഞ്ഞ കാന്തപുരത്തിന് ഏതായാലും ഈ ഉലകത്തിൽ നടക്കൂല, ചതിക്കേ ഉള്ളൂ, ചതിയേ നറ്റു. ഇതാണ് അവസ്ഥ. ഒടുവിൽ ഇവിടെ എത്തിയില്ലേ? എവിടെ ഞങ്ങൾ കേന്ദ്രത്തിന്റെ സഹായം തേടി? കേന്ദ്രത്തിന്റെ സഹായം തേടിയിട്ട് ഇങ്ങനെ ഇടപെടണം, ഓല് ചെയ്താൽ പോരെ? ഇതാ മൊയ്ലിയന്മാരെ പണി. എന്നിട്ട് അതിനെങ്ങനെ മഹത്വവൽക്കരിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് നഫീസ ബീവിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ഒരുമിക്കണില്ല. അതിനൊക്കെ ദീനിൽ ഒരു നിയമമില്ലേ ഇവിടെ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും കള്ളത്തരം മാത്രം, ഇല്ലാത്ത അവകാശവാദങ്ങൾ.